ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലാസ്മ ഓസിലേഷൻ ആൻഡ് ലാൻഡോ ഡാമ്പിംഗ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്മ ഓസിലേഷൻ ആണ്. പ്ലാസ്മ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കേസിൽ നമ്മൾ ഡിസ്പെർഷൻ റിലേഷനാണ് കാണാൻ പോകുന്നത്. ഫോർ ഇലക്ട്രോൺ ഡിസ്പെർഷൻ റിലേഷൻ ഫോർ ഇലക്ട്രോൺ പ്ലാസ്മ ഓസിലേഷൻ, അതായത് ഇലക്ട്രോൺ ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓസിലേഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഓസിലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ രണ്ടായിട്ട് കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ന്യൂ ബാർ പ്ലസ് എഫ് ഓഫ് 1 ആർ വി ടി. നമ്മൾ ഒരു ഫസ്റ്റ് വൺ ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് വി എക്സ് കോമ ടി എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ ഈ ടേമായിട്ട് ദിസ് ടേംസ് റിലേഷൻ ടു ഇക്വിലിബ്രിയം ടേം ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. ഈ ടേം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പെർട്ടർബേഷൻ ടേം ആയിട്ടും. അപ്പോൾ പെർട്ടർബേഷൻ ടേം ഉണ്ട്, ഇക്വിലിബ്രിയം ടേം ഉണ്ട്. ആ രണ്ട് ടേം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിഫൈഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു E0 പ്ലസ് E1. അതിൽ E0 എന്നുള്ള നമ്മൾ സീറോ ആക്കി എടുക്കുകയാണ്. ഓക്കെ. ദെൻ B0 എന്ന് പറയുന്നതും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. സോ B is equal to 0. അയൺ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. അപ്പോൾ അയണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ഫോർ അയൺ V0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും അസംഷൻ നമ്മൾ വെക്കുന്നുണ്ട്. ഈ അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വ്ലാസോവ് ഇക്വേഷൻ നമ്മൾ തുടക്കത്തിൽ ഏതാണ്? വ്ലാസോവ് ഇക്വേഷൻ ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് വി ഡോട്ട് ഡെൽ എഫ് പ്ലസ് ക്യൂ ഡിവൈഡ് ബൈ എം, അതായത് ആക്സലറേഷൻ്റെ ടേമാണ് നമ്മൾ എഴുതുന്നത്. ഇ പ്ലസ് വി ക്രോസ് ബി ഡോട്ട് ഡെൽ വി എഫ് ദറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. സോ വി ക്രോസ് ബിൻ്റെ ടേം 0 ആയിട്ട് പോകും. ഇലക്ട്രോൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ മൈനസ് ക്യൂ ആയിട്ട് കൊടുക്കാം. ദെൻ F0 എന്ന് പറയുന്നത് പെർട്ടർബേഷൻ ടേം, F0 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ F0 ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറയുന്നതും ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. F0. ഓക്കെ. പൊസിഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പൊസിഷനുമായി ബന്ധപ്പെട്ടാണ്, അതായത് പൊസിഷനിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഡെൽ ഡോട്ട് F0 കോൺസ്റ്റന്റ് 0 ആയിരിക്കും. പക്ഷേ ഡെൽ വി F0 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഫംഗ്ഷൻ. ഓക്കെ. വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. ഇക്വിലിബ്രിയം പാർട്ടിക്കിൾ ആണ്, പക്ഷേ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണത്. ദെൻ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ദറ്റ് ഈസ് ഡോ F1 ഡിവൈഡ് ബൈ ഡോ ടി കൊടുക്കുന്നു പ്ലസ് ഇവിടെ വി ഡോട്ട് ഡെൽ F1, കാരണം F0 എന്നുള്ളത് 0 ആണ്, മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം E1 ഡെൽ വി F0. കാരണം പൊസിഷനുമായി ബന്ധപ്പെട്ടല്ല, വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ F0 മാത്രമേ ഉണ്ടാവുള്ളൂ. ദറ്റ് ഈസ് ഈക്വൽ ടു 0. F1 ഉണ്ടാവില്ല. കാരണം F1 എന്ന് പറഞ്ഞാൽ ഇവിടെ F1 ഉണ്ടാവും, പക്ഷേ F1 0 ആയിട്ട് പോകും. എങ്ങനെ ചോദിച്ചാൽ F0 പ്ലസ് F1 കൊടുക്കുമ്പോൾ രണ്ട് ടേമായിട്ട് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ F1ഉം E1ഉം രണ്ടും പെർട്ടർബേഷൻ ടേമാണ്. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ F0 മാത്രമായിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡോ F1 ഡിവൈഡ് ബൈ ഡോ ടി പ്ലസ് വി ഡോട്ട് ഡെൽ F1 മൈനസ് ഇ ഡിവൈഡഡ് ബൈ എം E1 ഡോട്ട് ഡെൽ വി F0 എന്ന് കിട്ടി. ഇനി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഓഫ് IKS മൈനസ് ഒമേഗ ടിൻ്റെ ടേംസിലും ഇലക്ട്രിക് ഫീൽഡും എന്നതും ഈ ഒരു ടേമിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ദിസ് ടേം ക്യാൻ ബി ലീനിയറിസിങ് മൈനസ് I ഒമേഗ F1 പ്ലസ് IKV F1 ഇസ് ഈക്വൽ ടു ഇതിനപ്പുറത്ത് കൊണ്ടാണ് ഇ ഡിവൈഡഡ് ബൈ എം E1 ഡെൽ വി. നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നത് F0. അപ്പോൾ നമുക്ക് ഡെൽ വി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡോ ഡിവൈഡ് ബൈ ഡോ വി എക്സ് മുതൽ ഇനി കൊടുത്തു തുടങ്ങാം. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് മാറ്റാം, വി എക്സ് ആക്കി മാറ്റാം. ഓക്കെ. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, മൈനസ് ഇവിടെ F1 ഉണ്ട്, ഇവിടെ F1 ഉണ്ട്. സോ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് I ഒമേഗ മൈനസ് കെ വി എക്സ് ഇൻറ്റു F1 ഈക്വൽ ടു ഇ ഡിവൈഡ് ബൈ M1 എം E1 ഡോ F0 ഡിവൈഡ് ബൈ ഡോ വി എക്സ് എന്ന് എഴുതാം. ഫ്രം ദിസ് F1 is equal to എങ്ങനെ എഴുതാം? E divided by M E1
omega minus kvx dou f0 divided by dou vx എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ദ ഫംഗ്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ക്യാപിറ്റൽ E1 ഡിവൈഡ് ബൈ എം ഡോ f0 ഡിവൈഡ് ബൈ ഡോ vx ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത് മൈനസ് ഡെൽ φ1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് IK φ1. അപ്പോൾ ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ F1 ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ M1 φ1 K ഡോട്ട് ഡോ F ഡിവൈഡ് ബൈ Vx F0 ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അൺപെർട്ടർബ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ കേസിലുള്ള റിലേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് പെർട്ടർബേഷൻ ഡെൻസിറ്റി നമുക്ക് കാണണം. അത് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഈ പെർട്ടർബേഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ എഫ് ഇൻറ്റു ഡി ക്യൂബ് വി കണ്ടാൽ മതി. അപ്പോൾ പെർട്ടർബേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ F1 ചെയ്യേണ്ടത് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. F1 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ M1 M φ1 K ഡോ F0 ഡിവൈഡ് ബൈ ഡോ Vx ഡിവൈഡ് ബൈ W മൈനസ് കെ വി എക്സ് ഇൻറ്റു ഡി ക്യൂബ് വി എന്ന റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് എങ്ങനെ എഴുതാം. ഓക്കെ, ഈ ഡിവൈഡ് ബൈ M1 ഒക്കെ നമുക്ക് φ1 ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ടേംസ് എല്ലാം. അപ്പോൾ ഈ φ1 ഡിവൈഡ് ബൈ M ഇൻ്റഗ്രൽ K ഡോട്ട് ഡോ ഡിവൈഡ് ബൈ ഡോ Vx F0 ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ് ഇൻറ്റു ഡി ക്യൂബ് വി എന്ന് കിട്ടും N1. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണാൻ വേണ്ടി ഫംഗ്ഷനെ നമ്പർ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം. N1 ഈക്വൽ ടു ഇ φ1 ഡിവൈഡഡ് ബൈ M ഇൻ്റഗ്രൽ K ഡോട്ട് ഡോ ഡിവൈഡ് ബൈ ഡോ Vx F0 ഡാഷ്. അപ്പോൾ F0നെ F0 ഡാഷിലേക്ക് മാറ്റണമെങ്കിൽ N കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യും വേണം. ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ്. ഓക്കെ, അപ്പോൾ N E φ1 ഡിവൈഡ് ബൈ M ഇൻ്റഗ്രൽ K ഇൻറ്റു ഡോ വി ഡിവൈഡ് ബൈ ഡോ Vx F0 ക്യാപ് മൈനസ് ഒമേഗ മൈനസ് കെ വി എക്സ് ഇൻറ്റു ഡി ക്യൂബ് വി. ഓക്കെ, വി ഹാവ് പോയിസൺ ഇക്വേഷൻ. എന്തായിരുന്നു പോയിസൺ ഇക്വേഷൻ? ഡെൽ ഡോട്ട് E1 ഈക്വൽ ടു റോ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 N0I മൈനസ് N0E മൈനസ് NE1. ഐൻ്റെ കേസിൽ അയൺ എന്താണ് റെസ്റ്റിലാണോ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് പെർട്ടർബേഷൻ ടേം ഉണ്ടാവില്ല. ഇലക്ട്രോണിന് മാത്രമാണ് പെർട്ടർബേഷൻ ടേം. ഇനീഷ്യലി രണ്ടും റെസ്റ്റിലാണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് ഡെൽ ഡോട്ട് E1 ഈക്വൽ ടു മൈനസ് NE1 E ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് E1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് E1 എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽ φ1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NE1 E ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഡെൽ എന്ന് പറഞ്ഞാൽ IK. ഇപ്പോൾ രണ്ട് ഡെൽ വരുമ്പോൾ മൈനസ് കെ സ്ക്വയർ, മൈനസും പ്ലസ് കെ സ്ക്വയർ φ1. ഡെൽ എന്ന് പറയുമ്പോൾ പ്ലസ് IK. ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് കെ സ്ക്വയർ, പിന്നെ മൈനസ് ഡെൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് കെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NE1 E ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, NE1 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ φ1 ഈക്വൽ ടു ഓക്കെ കെ സ്ക്വയർ φ1 ഈക്വൽ ടു ഈ NE1 മൈനസ് ഉണ്ട് φ1 N ഡിവൈഡഡ് ബൈ M. ഈ ഒരു ഈ കൂട്ടിൻ്റെ ഒരു എപ്സിലോൺ 0 വരുന്നുണ്ട്. ഇൻ്റഗ്രൽ K ഡോ F0 ക്യാപ് ഡിവൈഡ് ബൈ ഡോ Vx ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ്
ഇൻറ്റു ഡി ക്യൂബ് വി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എം എപ്സിലോൺ 0. 5 ക്യാൻസൽ ചെയ്ത് പോയി. കെ സ്ക്വയറും കൂടി നമുക്ക് താഴോട്ട് കൊണ്ടുവരാം. അപ്പോൾ 1 ഈക്വൽ ടു ദിസ് 1 കെ സ്ക്വയർ ആണ്. കെ ഡോ F0 ക്യാപ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ മൈനസ് കെ വി എക്സ് ഇൻറ്റു ഡി ക്യൂബ് വി. സോറി, ഓക്കെ. ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഒരു കെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു കെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. എൻ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ എം എപ്സിലോൺ 0 എന്താണ് പ്ലാസ്മ ഫ്രീക്വൻസി. അപ്പോൾ 1 ഈക്വൽ ടു പ്ലാസ്മ ഫ്രീക്വൻസി ഡിവൈഡ് ഒമേഗ പി സ്ക്വയർ ഇൻറ്റു ഇവിടെ 3 ഡിഫറൻഷ്യലൊക്കെയാണ്. പക്ഷെ നമുക്ക് വെലോസിറ്റി എക്സ് കമ്പോണൻസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടേംസൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് 1 ആക്കി എടുക്കാം. കാരണം ആ ടേമിന്, അതായത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടും സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കാരണം അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. എക്സിന് മാത്രമാണ് വേരിയേഷൻ, വൈനെ അപേക്ഷിച്ചും സെഡിനെ അപേക്ഷിച്ചും അതെന്താണ്, ഫിക്സ്ഡ് ആണ്. സോ നമുക്ക് എക്സ് കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം ഇവിടെ കണ്ടാൽ മതി. ഇപ്പോൾ ഡി ക്യൂബ് എന്നതിന് പകരം ഡി വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുക്കാം. ഒമേഗ പി സ്ക്വയർ മൈനസ് ഉണ്ട് ഇൻ്റഗ്രൽ കെ ഡോ F0 ക്യാപ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ, ഇവിടെ ഞാനതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ഉള്ളത് മൈനസായി കെ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ. അതിലൊരു കെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, വി എക്സ് മൈനസ് ഒമേഗ ബൈ കെ എന്ന് വരും ഇൻറ്റു ഡി വി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ. ഈ കെ കൂടി ഇങ്ങോട്ട് കൂടുമ്പോൾ കെ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡോ F0 ക്യാപ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ വി എക്സ് മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി വി എക്സ് എന്ന റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ദിസ് ഈസ് ദ റിലേഷൻ, ഡിസ്പേർഷൻ റിലേഷൻ ഫോർ ദ ഇലക്ട്രോൺ ഓസിലേഷൻ ബൈ കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോൺ ഓസിലേഷൻ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇലക്ട്രോൺ ഓസിലേഷൻ്റെ ഡിസ്പേർഷൻ റിലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഒരു പ്ലോട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും. ഇവിടെ വി എക്സ്, ദിസ് ഈസ് ഡോ F0 ഡിവൈഡ് ബൈ വി ഡോ വി എക്സ്, ഗ്യാപ്പ് ഉണ്ട് വി എക്സ് മൈനസ് ഒമേഗ ബൈ കെ. ഇപ്പോൾ കർവ് എന്ന് പറഞ്ഞത് ഈ രീതിയിലായിരിക്കും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് സിംഗുലാരിറ്റി വരുന്നുണ്ട് ഒമേഗ ബൈ കെ എന്നുള്ള ടേംസിൽ. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ സിംഗുലാരിറ്റി കാണിക്കുന്നുണ്ട്. ആ രീതിയിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഇതിൻ്റെ ഫംഗ്ഷൻ്റെ പ്ലോട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് 1 ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻ്റഗ്രൽ ഡോ F0 ക്യാപ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ വി എക്സ് മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു ഡി വി എക്സ്. ഇതാണ് നമ്മൾ ഇലക്ട്രോൺ ഓസിലേഷൻ്റെ ഡിസ്പെർഷൻ റിലേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. മാത്രമല്ല വിത്ത് സിംഗുലാരിറ്റി വി ഈക്വൽ ടു ഒമേഗ ബൈ കെ, അതായത് സിംഗുലാരിറ്റി പോയിന്റ് വരുന്ന ഒരു റിലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് ബൈ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ കോണ്ടൂർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് സിംഗുലാരിറ്റി തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് നടത്തിയിട്ടുള്ളത് ലാൻഡോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1946 ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്, കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡെറിവേഷൻ്റെ ഫൈനലി നമുക്ക് കിട്ടുന്നത് ലാൻഡോ ഡാമ്പിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഡാമ്പിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഡാമ്പിംഗ് കിട്ടാനുള്ള കാരണമൊക്കെ നമ്മൾ പറയും എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നതെന്ന്. അപ്പോൾ ലാൻഡോ ഡാമ്പിംഗ് ആയിരിക്കും ഇതിൻ്റെ അവസാനം നമുക്ക് ഫൈനലി നമുക്ക് കിട്ടുന്നത്. ആ ഡാമ്പിങ്ങിന് പറയുന്ന പേരാണ് ലാൻഡോ ഡാമ്പിംഗ്. അതായത് ലാൻഡോ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഫിനോമിന ഓഫ് വേവ് ഡാമ്പിംഗ് വിത്തൗട്ട് എനർജി ഡിസിപ്പേഷൻ ബൈ കൊളീഷൻ. അതായത് എനർജി ഡിസിപ്പേഷൻ ഇല്ലാതെ, കൊളീഷൻ വഴി എനർജി ഡിസിപ്പേഷൻ ഇല്ലാതെ ഡാമ്പ് ചെയ്യുന്ന ഒരു ഫിനോമിനക്ക് പറയുന്ന പേരാണ് ലാൻഡോ ഡാമ്പിംഗ്. ദാറ്റ് ഈസ് ലാൻഡോ ഡാമ്പിംഗ് ഈസ് എ ഫിനോമിനൻ ഓഫ് വേവ് ഡാമ്പിംഗ് വിത്തൗട്ട് എനർജി ഡിസിപ്പേഷൻ ബൈ കൊളീഷൻ.
ഓക്കെ, ഇത് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഒമേഗയ്ക്ക്. കാരണം ഇതൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അതിലൊരു ഒമേഗയ്ക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഈ ഇമാജിനറി ഓഫ് ഒമേഗ, അതായത് എന്താ പറയുക, ഇതിൻ്റെ സൊല്യൂഷൻ്റെ ഇമാജിനറി വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു അൺസ്റ്റേബിൾ വേവ് ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ഇമാജിനറി വാല്യൂ കിട്ടുന്നതെങ്കിൽ ദിസ് ഈസ് എ അൺസ്റ്റേബിൾ വേവ്സ് എന്നതായിരിക്കും. അതല്ല ഇമാജിനറി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് ഡാമ്പിംഗ് വേവ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ട് അതിൻ്റെ ഇമാജിനറി വാല്യൂ നമ്മൾ കണ്ടെത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ നേച്ചർ നോക്കി അത് അൺസ്റ്റേബിൾ ആണോ ഡാമ്പിംഗ് ആണോ എന്നാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് ലാൻഡോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കർവ് നമ്മളിവിടെ വരക്കുകയാണ്. അതായത് നമ്മൾ ഈ കോംപ്ലക്സ് പ്ലെയിന് ഇവിടെ റിയൽ വാല്യൂ ഓഫ് ഒമേഗ, ഇവിടെ ഇമാജിനറി വാല്യൂ ഓഫ് ഒമേഗ. അപ്പോൾ വി ഈക്വൽ ടു ഒമേഗ എന്നുള്ള ഒമേഗ ഡിവൈഡ് ബൈ കെ, ഇതാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഒമേഗ ബൈ കെയിലാണ് എക്സ് ആക്സിസിൽ വി എക്സ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നുള്ളൊരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, സിംഗുലാരിറ്റി വരുന്നത്, പോൾ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്തു. ഈ പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെമി സർക്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുക. അതായത് റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ റെസിഡ്യൂ തിയറം വെച്ചിട്ട്. അപ്പോൾ റെസിഡ്യൂ തിയറം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തിയറം വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഈക്വൽ ടു 1 ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ, ദെൻ principal value of minus infinity to plus infinity dou f0 gap divided by dou vx divided by vx minus omega by k into dvx plus I into pi dou f0 gap divided by dou vx. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ റെസിഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് ഇവിടെയായിരുന്നു. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനും ഇവിടെ ഒരു സെമി സർക്കിളും ഇങ്ങനെയാണ് ഇതിൻ്റെ കോണ്ടൂർ വരുന്നത്. അപ്പോൾ ഈ പോയിന്റിലെ ഒഴികെയുള്ള ബാക്കി എല്ലാ വാല്യൂയുടെയും ഇൻ്റഗ്രേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സെമി സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന് ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്റി എഴുതുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഇൻ്റഗ്രൽ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നു. സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഇൻ്റഗ്രൽ നമ്മൾ സെപ്പറേറ്റ് കാണാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ vx ഡിവൈഡഡ് ബൈ vx മൈനസ് ഒമേഗ ബൈ കെ ഇൻറ്റു dvx. ഇത് നമ്മൾ സെപ്പറേറ്റ് കാണാൻ പോകുന്നു. സെപ്പറേറ്റ് കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ vx ഡിവൈഡഡ് ബൈ ഇവിടെ ഒമേഗ ബൈ കെ മൈനസ് വി എക്സ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ വരും, ഇൻറ്റു ഡി വി എക്സ്. ഇനി ഞാനൊരു ചേഞ്ച് കൂടി വരുത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ ബൈ കെ എന്നുള്ള വാല്യൂ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് കെ വി എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ഇൻറ്റു ഡി വി എക്സ് എന്ന് വരും. ഈ ഒമേഗ ബൈ കെനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ കെ ഡിവൈഡ് ബൈ ഒമേഗ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ ഈ രീതിയിലേക്ക് മാറി. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ചെയ്യാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1 മൈനസ് കെ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ എന്നതും രണ്ടാമത്തെ ടേം ഇതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡിവൈഡഡ് ബൈ ഒമേഗ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കെ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ക്വാണ്ടിറ്റിനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻഷ്യൽ പോയി കിട്ടും. ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ
1 minus kvx divided by omega whole square into minus k divided by omega into integration second function f0 gap into dvx എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റിനും പ്ലസ് ഇൻഫിനിറ്റിനും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0 ആയിട്ട് പോയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസും മൈനസും പ്ലസ് ആയി, ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ പിന്നെ ഇവിടെ കെ ബൈ ഒമേഗ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രൽ f0 ഗ്യാപ്പ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി വി എക്സ് എന്ന് വരും. ഇനി അതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. സോ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f0 ഗ്യാപ്പ് ഇൻറ്റു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് 2 കെ വി എക്സ് ഡിവൈഡ് ബൈ ഒമേഗ പ്ലസ് 3 കെ സ്ക്വയർ വി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു ഡി വി എക്സ് എന്ന് വരും. അപ്പോൾ f0 ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കേസിൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓഡ് ടേംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാനിഷ് ചെയ്തു പോകാൻ പറ്റും ബൈ പ്രോപ്പർട്ടി ഓഫ് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ റിസൾട്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി f0 ഗ്യാപ്പ് ഇൻറ്റു 1 പ്ലസ് 3 കെ സ്ക്വയർ വി എസ് സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി വി എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഇൻ്റഗ്രൽ നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ പറ്റും. ഇൻ്റഗ്രൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, f0 ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം മാക്സ്വെല്ലിയൻ കൺസിഡറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, അതായത് നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കട്ടോ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഈ ഒരു വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 3 കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു വി എക്സ് എന്ന് എഴുതാം. ഇനി എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 കെ ബി ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഇങ്ങനെ റിസൾട്ട് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താം, കെ ബി ഇൻറ്റു വി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ബി ടി ഡിവൈഡ് ബൈ എം എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ വി എസ് സ്ക്വയറിന് പകരം കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എം എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ റിസൾട്ട് നമുക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 3 കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ കെ ബി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എം എന്നുള്ള ഇക്വേഷൻ എഴുതാം. ദിസ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ വി എക്സ് ഡിവൈഡ് ബൈ വി എക്സ് മൈനസ് വി എസ് ഡിവൈഡ് ബൈ ഒമേഗ ബൈ കെ. അപ്പോൾ ഈ റിസൾട്ടിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ രീതിയിലേക്ക് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്ത് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 is equal to ഒമേഗ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു അതിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 3 കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എം പ്ലസ് ഐ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ ഇതിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത പ്ലസ് ഓക്കെ ഈ ബ്രാക്കറ്റ് ക്ലോസ്, ഇതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടില്ല, ഐ പൈ ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ വി എക്സ്, ദെൻ ഈ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു, ഇവിടെ ഒരു ബ്രാക്കറ്റ് ചേർന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ റിയൽ പാർട്ട് നമ്മൾ എടുത്തതാണ്. റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1 is equal to ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ 1 പ്ലസ് 3 കെ സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ കെ ബി ഇൻറ്റു ടി ഡിവൈഡ് ബൈ എം. ഇതാണ് റിയൽ പാർട്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ റിയൽ പാർട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നു. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ കെ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. 1 is equal to ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു
1 plus 3k square divided by omega square kbt divided by m. Okay. Then നമുക്കറിയാം VTH is equal to thermal velocity is equal to what is the value of thermal velocity? Thermal velocity equation നമുക്കറിയാം that is 2kBTE divided by ME. നമ്മൾ ഇലക്ട്രോണിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ 2kBT divided by m എന്നതാണ് എന്ത് തെർമൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ടിനെ നമുക്ക് തെർമൽ വെലോസിറ്റിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതേണ്ടത് 1 is equal to omega p square divided by omega square into 1 plus എന്ത് വരും 3/2 k square VTH square എന്ന് എഴുതാം. ഈ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഫ്ലൂയിഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വേവ്സ് ഇക്വേഷനിൽ ഫ്ലൂയിഡ് ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഇക്വേഷൻ ഓഫ് മോഷനും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും വെച്ചിട്ട് നമ്മളൊരു വാം അല്ലെങ്കിൽ ഹോട്ട് പ്ലാസ്മ ഇലക്ട്രോൺ വേവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ ഇതുപോലെ റിസൾട്ട്, അതായത് ഇലക്ട്രോൺ പ്ലാസ്മ വേവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് കിട്ടുന്ന റിലേഷനാണ് എന്ത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഒന്ന് ഞാൻ മാറ്റിയതാണ്. അതായത് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 3/2 കെ സ്ക്വയർ VTH സ്ക്വയർ. ഈ റിസൾട്ട് ഞാൻ ഒന്ന് മാറ്റിയതാണ്. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ പ്ലസ് ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 3k സ്ക്വയർ KB ഇൻറ്റു TE ഡിവൈഡഡ് ബൈ എം. ഈ ഒരു ഇക്വേഷനെ പറയുന്ന പേരാണ്, കൈനറ്റിക് തിയറി ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ലാംഗുമോർ വേവ്സ് എന്നാണ് പറയുക ഈ ഇക്വേഷന്. അതായത് ഇലക്ട്രോൺ പ്ലാസ്മ വേവിൻ്റെ അതേ സംഭവം തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമുക്ക് ഇമാജിനറി ടേംസ് നമുക്ക് കാണണം. ഇമാജിനറി ടേംസ് ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ഡാമ്പിംഗ് ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് ഇമാജിനറി ഓഫ് ഒമേഗ എന്നാണ്, അതൊരു നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഡാമ്പിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇമാജിനറി ടേംസ് കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഒന്നാമത്തെ ടേം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ റിലേഷനിൽ തെർമൽ കറക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ തെർമൽ കറക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെന്നുള്ള നമ്മൾ അസംഷൻ കൊണ്ടുവരാണ്. അതായത് ഈ തെർമൽ കറക്ഷൻ ടേംസ് ഈസ് വെരി സ്മോൾ, തെർമൽ കറക്ഷൻ ടേം ഈസ് വെരി സ്മോൾ എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് -∞ to +∞ ഡോ F0 gap divided by dou Vx divided by Vx minus omega by k into dvx എന്നതിൻ്റെ വാല്യൂ എന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, k² divided by omega square എന്നുള്ള വാല്യൂ കിട്ടും. എങ്ങനെയാ വെച്ചാൽ തെർമൽ കറക്ഷൻ 0 ആണെങ്കിൽ ഈ ടേം എന്ന് പറയുന്നത് എന്തിലേക്ക് പോകും, 0ലേക്ക് പോകും. അപ്പോൾ k² divided by omega square എന്നുള്ള ടേംസ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് മാറും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് ഈ ഒരു വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1 is equal to omega p² divided by k² into ഒന്നാമത്തെ ടേം ഇതിൽ k² divided by omega square plus I pi dou F0 gap divided by dou Vx divided by Vx. Sorry, it's not dou F0 divided by dou Vx. ഓക്കെ, ഈ രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 is equal to ഇത് നമുക്ക് എഴുതാം ഒമേഗ p² divided by omega square plus I pi ഒമേഗ p² divided by k² dou F0 gap divided by dou Vx എന്നതായിട്ടുള്ള ഇക്വേഷനായിട്ട് മാറും. ഇനി ഈ ഒമേഗ p² ടേംസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒമേഗ p² divided by omega square is equal to 1 minus
I by omega p square divided by k square dou f0 gap divided by dou vx എന്ന് എഴുതാം. Then omega p square is equal to omega square into 1 minus I by omega p square divided by k square dou f0 gap divided by dou vx. Okay. Then omega square is equal to omega p square into 1 minus I by omega p square divided by k square dou f0 gap divided by dou vx all raised to minus 1. ഓക്കെ. ദെൻ ഇനി നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണത്? ഒമേഗ സ്ക്വയർ ആണ്. സോ ഒമേഗ സീക്വൽ ടു ഒമേഗ ചെയ്യുമ്പോൾ ഒമേഗ സീക്വൽ ടു ഒമേഗ പി ഓൾ റെസ്റ്റ് ടു മൈനസ് 1/2. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒമേഗ സീക്വൽ ടു ഒമേഗ പി ഇൻറ്റു 1. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. I π/2 ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ vx എന്നതായിട്ട് നമ്മുടെ സൊല്യൂഷൻ മാറി. ഇക്വേഷൻ നമ്മുടെ സൊല്യൂഷൻ ഈ രീതിയിലേക്ക് മാറി. ഇനി ഇതിൻ്റെ ഇമാജിനറി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ്റെ ഇമാജിനറി വാല്യൂ എന്ന് പറയുന്നത് ഇമാജിനറി ഓഫ് ഒമേഗ സീക്വൽ ടു ഒമേഗ പി ഇൻറ്റു I പൈ ഡിവൈഡ് ബൈ 2 ഒമേഗ പി സ്ക്വയർ ഡിവൈഡ് ബൈ കെ സ്ക്വയർ ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ vx എന്നതായിട്ട് നമ്മുടെ റിസൾട്ട് മാറും. അതായത് നമ്മുടെ ഇമാജിനറിയുടെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് മാറി. ഇപ്പോൾ ഇവിടെ പ്ലാസ്മ ഫ്രീക്വൻസി വരുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇമാജിനറി ആണ്, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. ഒമേഗ പി വരുന്നുണ്ട്, അത് ഈസ് പോസിറ്റീവ് ആയിരിക്കും. കെ ഒരു പോസിറ്റീവ് ആയിരിക്കും, കെ സ്ക്വയർ ആണ്. പിന്നെ ചാൻസ് ഇതാവാം, മേ ബി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മളൊരു ബോൾസ്മാൻ ഇക്വേഷനാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ബോൾസ്മാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് f0 ഗ്യാപ്പ് ഡിവൈഡ് ഈക്വൽ ടു 2 പൈ കെ ബി ഇൻറ്റു ടി ഓൾ റേസ് ടു 1/2 എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എം ഇ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കെ ബി ഇൻറ്റു ടി ഇ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ടി എച്ച് is equal to 2 kb TE divided by m VTH square. അതിനാണെങ്കിൽ റിസൾട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 kb TE divided by m. അപ്പോൾ 1 divided by pi VTH square all raised to 1/2. ഓക്കെ, പൈ ഓൾറെഡി 1/2 ഉണ്ട്. പിന്നെ 2/kb നമുക്ക് പുറത്തേക്ക് എടുക്കാം. അത് 1/2 ഉണ്ടാവും. അപ്പോൾ അത് VTH സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ VTH ആയിട്ട് മാറും. എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ VTH സ്ക്വയർ. ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് f0 ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു vx ചെയ്യണം. ഡോ f0 ഗ്യാപ്പ് ഡിവൈഡ് ബൈ ഡോ vx എന്ത് വരും? ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ പൈ VTH സ്ക്വയർ ഓൾ റെസ്റ്റ് ടു 1/2. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു vx ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രം ദിസ് വൺ എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ VTH into minus 2 divided by VTH cube എന്ന് വരും. VTH cube. ഓക്കെ, that is equal to minus 2 divided by VTH cube f0 gap dou f0 gap divided by dou vx is equal to minus 2 divided by VTH cube. ബാക്കിയെല്ലാം f0 ഗ്യാപ്പിൻ്റെ അതേ വാല്യൂ തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇമാജിനറി ഓഫ് ഒമേഗിൻ്റെ വാല്യൂക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമാജിനറി ഓഫ് ഒമേഗ ഈക്വൽ ടു ഒമേഗ പി pi divided by 2 omega p square divided by k square minus 2 divided by VTH cube f0 gap. ഈ റിസൾട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇമാജിനറി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഒരു ലെസ് ദാൻ 0, അതായത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. സോ നമുക്ക് പറയാം ദിസ് ടൈപ്പ് ഓഫ് എന്താ പറയുക ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഡാമ്പിംഗ് ആണ് എന്ന് നമുക്ക് പറയാം.
കാരണം ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞത് എന്തായിരിക്കണം, ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിലാണ് ഡാമ്പിംഗ് ആവുക. പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഇൻസ്റ്റെബിലിറ്റി ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റെബിലിറ്റിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ഡാമ്പിംഗ് ആണ് കിട്ടുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ഈസ് കോൾഡ് ലാൻഡോ ഡാമ്പിംഗ്. ഓക്കെ, ലാൻഡോ ഡാമ്പിംഗ്. അപ്പോൾ ലാൻഡോ ഡാമ്പിങ്ങുമായി നമ്മളിത് കണ്ടെത്തി, ദാറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ലാൻഡോ ഡാമ്പിംഗ്. ഈ ഡാമ്പിങ് നമുക്ക് ഒരു ഡിസിപ്പിറ്റീവ് മെക്കാനിസം വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അറേസ് ചെയ്യുന്നത്. അതായത് ഡിസിപ്പിറ്റീവ് ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ഡാമ്പിംഗ് നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, ലാൻഡോ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംടൈംസ് അല്ലെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് കൊളീഷൻ ഓഫ് ഇലക്ട്രോൺ വിത്ത് ഹെവി അയോൺസ്, അതായത് ഈ തരത്തിലുള്ള ഡാമ്പിങ് ഹെവി അയോൺസിനെ ഇലക്ട്രോൺസുമായിട്ട് കൊളീഷൻ വഴി എന്ത് ചെയ്യും, നടത്താറുണ്ട്. സച്ച് കൊളീഷൻ ഓഫ് ഇലക്ട്രോൺ, അതായത് ഡിസിപ്പേറ്റീവ് മെക്കാനിസം ആബ്സെൻ്റ് ആവുന്ന കേസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിപ്പേറ്റീവ് മെക്കാനിസം പ്രസൻ്റ് ആവുന്ന കേസിലുള്ള ഡാമ്പിംഗ് ആണ് ലാൻഡോ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ചില സമയത്ത് ഡിസിപ്പേറ്റീവ് മെക്കാനിസം ഇല്ലാത്ത കേസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാമ്പിങ് അറേസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് കൊളീഷനാണ്. അതായത് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണും ഹെവി അയോണും തമ്മിലുള്ള കൊളീഷനാണ്. അപ്പോൾ ആ ഒരു കൊളീഷൻ മൂലം ഈ ഒരു ഡാമ്പിങ് നടക്കാം. ഓക്കെ, ചില സമയത്ത് കൊളീഷൻ ലെസ്സായിട്ട്, കൊളീഷൻ ഇല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡാമ്പിങ് നടക്കുന്നുണ്ട്. അതായത് ഡിസിപ്പിറ്റീവ് മെക്കാനിസം വഴി ഡാമ്പിങ് നടക്കാം. ദാറ്റ്സ് കോൾഡ് ലാൻഡോ ഡാമ്പിങ്. ചില സമയത്ത് ഡിസിപ്പിറ്റീവ് മെക്കാനിസം ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഡാമ്പിങ് നടക്കുന്നുണ്ട്. അത് എങ്ങനെ ചോദിച്ചാൽ ഇലക്ട്രോണ് ഹെവി അയോണുമായിട്ടുള്ള കൊളീഷൻ മൂലമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്, സജഷനും കാര്യങ്ങളൊക്കെ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.